പയർ മെഴുക്കുവരട്ടി ഉണ്ടാക്കാൻ പോണേ. ഇത് പയർ നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിൽ കുറച്ച് ചുവന്നുള്ളി, പിന്നെ കുറച്ച് വെളുത്തുള്ളി, പിന്നെ പച്ചമുളക്. ഇത് ഉണ്ടമുളകാണ്, നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ മുളകാണ്. അടുത്ത പ്രാവശ്യം ഉണ്ടാകുമ്പോൾ ഞാൻ പറിക്കുന്നത് കാണിച്ചു തരാം. ഉണ്ടമുളക് ഇത് കീറിയിട്ടുണ്ട്, നടുക്ക് കീറിയിട്ടുണ്ട്. പിന്നെ 2-3 കാന്താരമുളകുണ്ട്, പിന്നെ കുറച്ച് ചുവന്നുള്ളി. ഇതെല്ലാം കൂടി ഞാൻ ഇടിയനിലിട്ടിട്ട് ഒന്ന് ഇടിച്ചെടുക്കാൻ പോവാം. ഒന്ന് ചതച്ചെടുക്കുന്നേ ഉള്ളൂ. ചതച്ചെടുത്തിട്ട് അത് മെഴുക്കുവരട്ടുവാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ജസ്റ്റ് ഒന്ന് ഒതുക്കി എടുത്താൽ മതി, ഒത്തിരി അങ്ങ് ജാമാക്കി കളയട്ടോ. താഴെ പോണു. നമ്മൾ ഈ കറിവേപ്പില സാധനങ്ങളൊക്കെ കുറച്ചൊന്ന് ഒതുക്കിയിട്ട് എടുത്ത് വെച്ച് കഴിയുമ്പോൾ ഒരു ടേസ്റ്റാണ്. ഒതുക്കിയിട്ട് നമ്മളത് മെഴുക്ക് പുരട്ടുവാണെങ്കിൽ ഒരു ടേസ്റ്റാണ്. നിർബന്ധമൊന്നുമില്ല കേട്ടോ, ടൈമൊക്കെ ഉള്ളവർക്ക് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ചെയ്യുവാണെങ്കിൽ നല്ലത്. അത്രയേ ഉള്ളേ. ഇതിൻ്റെ ജ്യൂസ് നീരും എല്ലാം കൂടി ഇങ്ങനെ വന്നു കഴിയുമ്പോൾ നല്ലതായിരിക്കും. ധൃതി ചെയ്തുകൊണ്ട് എല്ലാം എടുക്കുമ്പോൾ താഴെ പോകുന്നു. ഭർത്താവേ, കുറച്ച് തിരക്കുണ്ട്, വേഗം കറി ഉണ്ടാക്കണമായിരുന്നേ. അപ്പം എന്നാൽ വേഗം വീഡിയോയും കൂടി അങ്ങ് എടുത്തേക്കാമെന്ന് വിചാരിച്ചു. എല്ലാം തഴപ്പും കുഴപ്പമില്ല. ധൃതി വെച്ചിട്ടാണെങ്കിലും നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ ചതച്ചിട്ടൊക്കെ ഇട്ടിങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഒരു ഫീലാണ്. അതുകൊണ്ടാണ്. ഇത് കോക്കനട്ട് ഓയിലാണ്. ഒരു കുറച്ച് കടുകിടുന്നു. കടുക് ഏകദേശം പൊട്ടിയിട്ടുണ്ട്. നമ്മൾ ചെറുതായിട്ടൊന്ന് ഉരുട്ടി ചതച്ചിട്ട് ആ സംഭവങ്ങളൊക്കെ ഇട്ട് നന്നായിട്ട് വാട്ടിയെടുക്കണേ. ആ നന്നായിട്ട് വാട്ടിയെടുക്കുന്നതാണ് ഈ പയർ മെഴുക്കുവരട്ടിയുടെ ടേസ്റ്റ്. പിന്നെ ഒരു പൊടികളും ഇതിലിടണ്ട, ഉപ്പല്ലാതെ വേറെ ഒരു പൊടി ഇടണ്ട. അതാണ് ടേസ്റ്റ് കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ വാട്ടിയെടുത്താൽ മതി. പച്ചമുളകൊക്കെ ഇതൊക്കെ ഇട്ടിട്ടുള്ളതുകൊണ്ട് ഇതിന് നല്ല പച്ചമുളകല്ല, ഉണ്ടമുളക്, കാന്താരിമുളകും ഉണ്ടമുളകും ഒക്കെ ഇട്ടിട്ടുള്ളത് എരിവുണ്ടാകും ആവശ്യത്തിന്. ഒരു പൊടി ഇല്ലാതെ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഇതിൻ്റെ ടേസ്റ്റ്. ആവശ്യത്തിന് ഉപ്പും മാത്രം ഇടുക. ഇപ്പം നമ്മുടെ ഉള്ളിയും ഇതൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ പച്ചപ്പയർ ഇത്രയും ഇടുകയാണ്. മെഴുക്കുവരട്ടി എല്ലാം പുറത്ത് പോകുന്നില്ല, നിന്നിട്ടെ. ഇത് ഞാൻ ഇടിച്ച് വെച്ച ആ മീഡിയമിൽ തന്നെ കുറച്ച് 2 സ്പൂൺ വെള്ളം എടുത്ത് ഒഴിക്കുകയാണ്. കാരണം ഇത് നോൺ സ്റ്റിക്കിൻ്റെ പാൻ അല്ലാത്തത് കൊണ്ട് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. പയർ നമ്മൾ നന്നായിട്ട് വേവിച്ചെടുക്കണ്ടേ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക്, എന്നിട്ട് ഇനിയിപ്പം പരിപാടി കഴിഞ്ഞ് ഇത്രയേ ഉള്ളൂ കേട്ടോ. ഉപ്പ് ഞാൻ ആവശ്യത്തിന് ഇട്ടിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കിയിട്ട് ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കണം. എന്നിട്ട് ഇളക്കി കൊടുക്കണം, അടി പിടിക്കുന്നുണ്ടോ എന്ന് നോക്കണം. എന്നിട്ട് അടി പിടിക്കുന്നുണ്ടെന്ന് തോന്നുവാണെങ്കിൽ ഒരു 2 സ്പൂൺ വെള്ളം, 2 സ്പൂൺ മാത്രം ഒഴിക്കാവുള്ളൂ. എന്നിട്ട് അപ്പോഴത്തേക്ക് നമ്മുടെ കറി റെഡി കേട്ടോ. അപ്പോൾ ശരി.